കെ റഫീഖ് കൂടെ തത്സമയം ചേരുകയാണ്. ശ്രീ കെ റഫീഖ്, നമുക്കറിയാം ഒരുപാട് വാഗ്ദാനങ്ങൾ അവർക്ക് നൽകിയതാണ്. നീതി വൈകുന്നതും നീതി നിഷേധം തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അറിയാം, സർക്കാരിന് മുൻപിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതി കയറി ഇറങ്ങേണ്ടി വന്ന ഒരുപാട് നിയമക്കുരുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു വർഷം എന്ന് പറയുമ്പോൾ 30 വർഷം തികയുമ്പോൾ അവർ കടന്നു വന്ന ജീവിതം ഒരു കനൽ വഴി താണ്ടി എത്തിയവരാണ്. അവർക്ക് വളരെ പെട്ടെന്ന് നീതി നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ സംവിധാനങ്ങളുടെ ലക്ഷ്യമാകേണ്ടത്. ഇപ്പോൾ ഒരു മാതൃകാ വീട്, അത് മുഴുവനായി പണി പൂർത്തിയായിട്ടില്ല. യഥാർത്ഥത്തിൽ ഇപ്പോഴും ആ പുനരധിവാസം വൈകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ ദുരന്തം നമുക്കറിയാം, ഏറ്റവും വലിയൊരു ദുരന്തമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയൊരു ദുരന്തമെന്ന നിലയിൽ മാറിയിട്ടുള്ള, എല്ലാവരെയും വേദനിപ്പിച്ച ഒരു ദുരന്തമാണ്. പക്ഷെ ആ ദുരന്തമുഖത്ത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ഭരണ സംവിധാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടും സന്നദ്ധ രാഷ്ട്രീയ പ്രവർത്തകരെയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടും ആദ്യഘട്ടം മുതൽ നടത്തിയ പ്രവർത്തനം ലോകത്തിന് തന്നെ മാതൃകയുണ്ടാവുന്ന നിലയിലാണ്. നമ്മൾ എന്തിനാണ് ഈ ദുരന്തത്തിൻ്റെ ഈ ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനങ്ങളെ നികത്തി കാണിക്കാൻ ശ്രമിക്കുന്നത്? മീഡിയ വൺ ഇപ്പോൾ കൊടുത്ത വാർത്തകളെല്ലാം ഞാൻ ശ്രദ്ധിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം ഉണ്ടാവാം, പക്ഷേ ഇതിൽ യഥാർത്ഥത്തിൽ ദുരന്തബാധിതരെ ചേർത്ത് നിർത്തുന്ന നിലപാടാണല്ലോ ആദ്യം മുതൽ ഈ കാര്യത്തിൽ ഗവൺമെന്റ് സ്വീകരിച്ചത്. രക്ഷാപ്രവർത്തനത്തിൽ തുടങ്ങി പുനരധിവാസം വരെ. ഇപ്പോൾ പുനരധിവാസം വൈകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളിവിടെ സൂചിപ്പിച്ചു. പുനരധിവാസത്തിന്റെ ഭാഗമായി ഉണ്ടായ സാങ്കേതിക തടസ്സങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നം, എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അതിന്റെ മാനേജ്മെന്റ് കോടതിയിൽ പോയി. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു കേസുകൾ, നിയമവ്യവഹാരങ്ങൾ എങ്ങനെയാണ് സാധാരണഗതിയിൽ സംഭവിക്കാറ്? എത്രയോ മാസങ്ങളും വർഷങ്ങളും നീണ്ടുപോകുന്ന നിലയാണ് ഉണ്ടാവാറ്. പക്ഷെ കേരളത്തിലെ ഗവൺമെന്റ് ഇച്ഛാശക്തിയോടുകൂടി ഇടപെട്ടുകൊണ്ടാണ് കോടതിയിൽ ആവശ്യമായ തുക ഉൾപ്പെടെ 45 കോടിയോളം രൂപ ഉൾപ്പെടെ കെട്ടിവെച്ചുകൊണ്ട് അനുകൂലമായ തീരുമാനം സമ്പാദിച്ചു. പിറ്റേന്ന് തന്നെ ആ സ്ഥലം ഏറ്റെടുക്കാൻ തയ്യാറായി. അതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നമ്മുടെ മുമ്പിലുള്ള തടസ്സം എന്താ? ഇപ്പൊ ഞാൻ ഈ പ്രദേശത്ത് ഉൾപ്പെടെയുള്ള ആളാണല്ലോ. ഞങ്ങൾ അവിടെ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ബന്ധപ്പെടുമ്പോഴുള്ള പ്രശ്നം എന്താ? കാലാവസ്ഥയുടെ ഭാഗമായി വന്ന ചില പ്രതിസന്ധികൾ നല്ല നിലയിൽ നമുക്കുണ്ടായി. ആദ്യമുണ്ടായ സാങ്കേതിക പ്രശ്നം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമാണ്. പിന്നീട് ഈ നിർമ്മാണം തുടങ്ങിയ ഘട്ടത്തിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായി. ഇപ്പം മാതൃകാ ടൗൺഷിപ്പ് ഒരു വീട് മാത്രമേ പൂർത്തിയാവുന്നുള്ളൂ എന്ന നിലയിൽ നമ്മൾ പറയുമ്പോൾ മാതൃകാ ടൗൺഷിപ്പാണ്, മാതൃകാ വീടിന്റെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ റിപ്പോർട്ടർ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ മറ്റു വീടുകളുടെ ഫൗണ്ടേഷൻ വർക്കെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഈ മാതൃകാ വീടിന്റെ പരിശോധനയിൽ ജനങ്ങൾക്ക്, ഈ ദുരന്തബാധിതർക്ക് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറയാൻ, സന്ദർശിച്ച് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അത് പറയാനുള്ള അവസരം കൂടെ കൊടുക്കുകയാണ് അടുത്ത കുറച്ച് ദിവസങ്ങൾ. അതുകൂടെ കഴിയുന്നതോടുകൂടി വളരെ പെട്ടെന്ന് ഫുൾ സ്വിങ്ങിൽ വർക്ക് ആരംഭിച്ച് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കും. പക്ഷെ നമ്മൾ കാണേണ്ടത് അത് നടക്കുന്നതോടൊപ്പം തന്നെ മറ്റ് ദുരന്തബാധിതരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും സർക്കാർ കൂടെയുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഒന്നും ചെയ്തില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ ടൗൺഷിപ്പ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഒരിക്കൽ പോലും എവിടെയും പറഞ്ഞിട്ടില്ല. സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെ കൃത്യമായി അക്നോളജ് ചെയ്ത് തന്നെയാണ് പോയിട്ടുള്ളത്. അല്ലെങ്കിൽ മീഡിയ വൺ അത്തരത്തിൽ ഏതെങ്കിലും ഒരു അജണ്ട ഇല്ല അവിടെ നടക്കുന്നത്. അവിടുത്തെ ആളുകൾക്കും ഞങ്ങൾ അവിടെ പോകുന്ന നേരിട്ട റിപ്പോർട്ടർമാർക്കും അറിയാവുന്ന കാര്യമാണ്. ശ്രീ റഫീഖ് ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. സർക്കാരിന്റെ ബുദ്ധിമുട്ടുകൾ, നിയമക്കുരുക്കുകളൊക്കെ പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഒരു വർഷം എന്ന കാലയളവ് അവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ള കാര്യം മാത്രമാണ് ചൂണ്ടിക്കാണിച്ചത്. അത്തരമൊരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി കൂടിയാണ് ഇക്കാര്യം പറയുന്നത്. ഞാൻ പറയട്ടെ, ഒരു മുൻധാരണയുടെ പ്രശ്നമല്ല ഞാൻ ഇതിൽ പറയുന്നത്. സർക്കാർ ഇപ്പൊ നിങ്ങളുടെ റിപ്പോർട്ട് തന്നെ സൂചിപ്പിച്ചു, ശരിയാണ്, നിങ്ങൾ പറയുന്നത് പോലെ റിപ്പോർട്ട് തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചു നോക്കിയപ്പോൾ വാടക കിട്ടാത്ത പ്രശ്നമില്ല, ഞങ്ങൾ അന്വേഷിച്ചു നോക്കിയപ്പോൾ മറ്റ് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ റിപ്പോർട്ട് പറയുമ്പോൾ ഈ സർക്കാർ അവരുടെ ഒപ്പമുണ്ട് എന്നുള്ളത് തന്നെയാണല്ലോ. ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള താമസത്തിന്റെ സാങ്കേതിക കാരണം നമുക്കെല്ലാവർക്കും അറിയാം. അത് സർക്കാരിന്റെ ഭാഗത്ത് വന്ന പ്രശ്നമല്ല. അത് വന്നിട്ടുള്ളത് കോടതി വ്യവഹാരത്തിലൂടെ മാനേജ്മെന്റ്. ഇവിടെ വയനാടിന്റെ ഒരു പ്രത്യേകമായ സാഹചര്യം നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഇത്രയേറെ ആളുകൾക്കുള്ള ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ തോട്ടഭൂമികളും മറ്റും ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെതായ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അത് കോടതിയിലേക്ക് ഉൾപ്പെടെ പോയിക്കൊണ്ടാണ് ഈ പറയുന്ന മാനേജ്മെന്റ് ആരംഭിക്കുകയും ചെയ്തു. അല്ല, ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ, നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഈ താൽക്കാലിക പുനരധിവാസം നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ായ പുനരധിവാസത്തിന്റെ പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. ഒറ്റ കാര്യം ചോദിക്കുന്നത്, ഈ മോഡൽ
വീടിന്റെ നിർമ്മാണം എപ്പോഴത്തേക്ക് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും? അത് കഴിഞ്ഞിപ്പോൾ 5 മാസം തികച്ചു കാണില്ല ഈ വർഷം പൂർത്തിയാകാൻ. അപ്പോൾ ഈ വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ടൗൺഷിപ്പിന്റെ പൂർണ്ണമായ ഒരു നിർമ്മാണം പൂർത്തീകരിച്ച് ഇവർക്ക് കൈമാറാൻ കഴിയുമോ ഈ വർഷം? തീർച്ചയായിട്ടും അതിനു വേണ്ടി തന്നെയാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ മാതൃകാ വീടിന്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായി. 2-3 ദിവസം കൊണ്ട് തന്നെ അതിന്റെ മറ്റു വർക്കുകളെല്ലാം പൂർത്തിയാകും. അതിനെ തുടർന്ന് ഈ അർഹതപ്പെട്ട ആളുകൾക്ക് ആ വീട് സന്ദർശിച്ച് എന്തെങ്കിലും നിർദ്ദേശം ഉൾപ്പെടെ പറയാനുണ്ടെങ്കിൽ അതിന് അവസരം കൊടുക്കും. അതോടുകൂടി പിന്നെ വീട് നിർമ്മാണത്തിന്റെ എന്തുകൊണ്ടാണ് മറ്റ് വീടുകൾ ഇതേ ഘട്ടത്തിൽ തന്നെ പൂർണ്ണമായി പൂർത്തീകരിക്കാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാതൃകാ വീട് സന്ദർശിച്ച് ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ള അവസരം ഉൾപ്പെടെ കൊടുക്കുകയാണ്. അതിനാണല്ലോ മാതൃകാ വീട്. അല്ലെങ്കിൽ ഒരു വീട് മാത്രം നിർമ്മിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ മറ്റു വീടുകളും സമാന്തരമായി തന്നെ നിർമ്മിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആളുകൾക്ക് കാര്യങ്ങൾ പറയുന്നതിനൊക്കെ പ്രതിസന്ധി വരും. ഏതായാലും അടുത്ത 2-3 ദിവസം കൊണ്ട് തന്നെ മാതൃകാ വീടിന്റെ നിർമ്മാണം പൂർണ്ണമായി പൂർത്തീകരിക്കും. വളരെ പെട്ടെന്ന് തന്നെ ഈ വർഷം തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റ് സംഘടിപ്പിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. നമ്മളിതിൽ പറയുമ്പോൾ കാണേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ ഇവിടെ നിങ്ങളുടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച പോലെ കേന്ദ്ര ഗവൺമെന്റ് ഒരു നയാ പൈസ തരാതെ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രതിസന്ധിയിലാക്കുന്നു. മറുഭാഗത്ത് പ്രതിപക്ഷ പാർട്ടികൾ ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും, ഞാൻ ചോദിക്കട്ടെ, അവർ സ്വന്തമായി ചെയ്യുന്നതാണല്ലോ. അവർക്ക് നിയമപരമായ മറ്റ് തടസ്സങ്ങളില്ലല്ലോ. അവർ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചാണ് അവരും ചെയ്യുന്നത്. ഇപ്പൊ ലീഗ് ജനങ്ങളിൽ നിന്ന് പണം ശേഖരിച്ചുകൊണ്ടാണ്, അല്ലാതെ ലീഗിന്റെ ഓഫീസിൽ നിന്ന് എടുത്ത പണമല്ല. ജനങ്ങളിൽ നിന്ന് പണം ശേഖരിച്ചുകൊണ്ട് വീട് നിർമ്മിച്ചു കൊടുക്കുന്നു. ഞാൻ എന്തുകൊണ്ടാണ് അവർക്ക് വീടിന്റെ തറ നിർമ്മിക്കാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ലല്ലോ ഈ ഒരു വർഷം പിന്നിടുമ്പോ? നമ്മളെന്താ കാണാത്തത്? അത് ആ നിലയിൽ എന്താണ് അതെ പറയട്ടെ, ഞാൻ പറയട്ടെ, ആ കാര്യം പറയാം. പട്ടയ പ്രശ്നം അവിടെ ഈ സ്ഥലം വാങ്ങുന്ന ആളുകൾക്ക് അറിയില്ലേ തോട്ടഭൂമി എന്ന പ്രശ്നം ഇപ്പം ഉണ്ടായ നിയമമാണോ? ഇപ്പം ഉണ്ടായ നിയമമല്ല, നേരത്തെ ഉള്ള നിയമമാണ്. ഇതിങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി തോട്ടഭൂമിയുടെ ഈസി ചെയ്ത് കൊടുക്കുകയല്ലേ വേണ്ടത്? തടസ്സവാദം ഉന്നയിക്കുകയാണോ വേണ്ടത്? അതിന് നിയമപരമായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് അപേക്ഷ കൊടുത്തു ഗവൺമെന്റിൽ? നിയമപരമായി ഒരു തോട്ടഭൂമി ഇളവ് ചെയ്ത് കൊടുക്കാൻ എന്ത് അപേക്ഷ ഇവർ കൊടുത്തു? പറയട്ടെ. ഒരു അപേക്ഷയും കൊടുത്തിട്ടില്ല. അതിനർത്ഥം എന്താ? നിർമ്മിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടല്ല. മാത്രമല്ല, ജനങ്ങളിൽ നിന്ന് ആപ്പ് നിർമ്മിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ദുരന്തബാധിതരെ സഹായിക്കാനെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇവർ ഈ പണം ശേഖരിച്ചത്. അവിടെ വളരെ ചെറിയ 25,000 രൂപയ്ക്ക് പോലും കിട്ടുന്ന സ്ഥലം അതിന് തൊട്ടടുത്തുണ്ടാകുമ്പോൾ എന്തിനാ 1.25 ലക്ഷവും 1.5 ലക്ഷവും കൊടുത്തുകൊണ്ട് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്? ഞാൻ അതിലേക്കല്ല കിടക്കുന്നത്. ഞാൻ സൂചിപ്പിച്ച കാര്യം, സ്വന്തമായി മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ നിർമ്മിക്കാൻ കഴിയുന്നവർക്ക് ഇപ്പോൾ തറ പോലും കെട്ടാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ കോൺഗ്രസിന് സ്ഥലം പോലും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു ഭാഗത്ത്. ഞാൻ പറഞ്ഞത്, ഇവിടെ ഗവൺമെന്റ് ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. ഈ മാനദണ്ഡ പ്രകാരമുള്ള 402 പേരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇനി ചില ആക്ഷേപങ്ങൾ വന്നതുണ്ട്. അത് പരിശോധിക്കാൻ ഗവൺമെന്റിന് മുമ്പിലേക്ക്